ചൊവ്വാഴ്ച ഡൽഹിയിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ മോഹൻലാലിന് അവാർഡ് സമ്മാനിക്കും. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. രാവിലെ 10:30 മോഹൻലാൽ മാധ്യമങ്ങളെ കാണും. നോമി ദിനേശ് കൊച്ചിയിൽ വിവരങ്ങളുമായി ചേർന്നു. നോമി, രാജ്യത്തെ പരമോന്നത ബഹുമതി ഫാൽക്കെ പുരസ്കാരം വീണ്ടും മലയാള മണ്ണിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ. അദ്ദേഹം ഇന്ന് 10:30 മാധ്യമങ്ങളെ കാണും. വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ചൊവ്വാഴ്ച അവാർഡ് വാങ്ങാൻ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും എന്നുള്ള സന്തോഷമുള്ള വിവരമുണ്ട്. മലയാളികളെ സംബന്ധിച്ച്, രാജ്യത്തിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളക്കാരെ സംബന്ധിച്ച് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ വീണ്ടും ഒരു ദാദേ സാഹേബ് ഫാൽക്കെ പുരസ്കാരം കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം കൃത്യം 10:30 തന്നെ മാധ്യമങ്ങളെ കാണുമെന്നല്ലേ അറിയാൻ സാധിച്ചത്? ഭവ്യ, അങ്ങനെ മലയാളത്തിന്റെ നടന വിസ്മയം ശ്രീ മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഇത്രയും വലിയ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം സന്തോഷമല്ല, മലയാളികൾ ഒന്നടങ്കം വലിയ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ഈ ആഘോഷം തുടങ്ങിയത്. അദ്ദേഹത്തിന് ഈ ദാദാ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചു എന്നറിഞ്ഞത് മുതൽ വലിയ ആഘോഷങ്ങളാണ് കേരളത്തിലുടനീളം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം 10:30 ആ സന്തോഷം മാധ്യമങ്ങളോടും ഒപ്പം മലയാളി പ്രേക്ഷകരോടും പങ്കുവയ്ക്കുന്നതിന് വേണ്ടി 10:30 കൊച്ചി ക്രൗൺ പ്ലാസയിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വീണ്ടും മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ലോകത്തിൻ്റെ എമ്പുരാനായി, ലോക സിനിമയുടെ, മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ എമ്പുരാനായി ഹൃദയപൂർവ്വം നമ്മളെല്ലാവരും തുടരുകയാണ്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇന്നലെ സംവിധായകൻ ഫാസിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടാൻ വൈകിയതെന്ന് മാത്രമേ മലയാളികൾ ചോദിക്കുന്നുള്ളൂ. കാരണം അത്രയേറെ അംഗീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് കിട്ടേണ്ടതാണ്, വളരെ അർഹതപ്പെട്ടൊരു വ്യക്തിക്ക് തന്നെയാണ് ഈ പുരസ്കാരം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹം അല്പം സമയങ്ങൾക്കുള്ളിൽ 10:30 തന്നെ ഇവിടെ എത്തി മാധ്യമങ്ങളെ കാണും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ സജ്ജമാണ്. വലിയ സന്തോഷം തന്നെയാണ് മോഹൻലാലിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ. സാധാരണ എത്ര വലിയ അംഗീകാരം ലഭിച്ചാലും മോഹൻലാൽ അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നത് വളരെ വിനീതമായിട്ടായിരിക്കും. അമിതമായി ആഹ്ലാദിക്കാതെ, അമിതമായി ആഹ്ലാദ പ്രകടനങ്ങളൊന്നും നടത്താത്ത ഒരു വ്യക്തി കൂടിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ എപ്പോഴും നമ്മൾ പറയുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിനയം. എത്ര സന്തോഷങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നാലും, സിനിമയുടെ കരിയറിൽ നടന്നാലും ഒക്കെ വളരെ സാധാരണക്കാരനെ പോലെ വലിയ വലിയ സന്തോഷ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇതിനെല്ലാം സ്വീകരിക്കുന്നത്. ഇതും വ്യത്യസ്തമായിട്ടല്ല. ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ന്യൂസ് 18 അടക്കം ഇന്നലെ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. ഇത് തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ താനാക്കിയ മലയാളി പ്രേക്ഷകർക്കും മലയാളത്തിനും ഈ പുരസ്കാരം സമ്മാനിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ന്യൂസ് 18 പ്രതികരിച്ചത്. ഇന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹവും ആ രീതിയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയത്. അങ്ങനെ വലിയ ആഘോഷം തന്നെയാണ് മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ച്. മോഹൻലാൽ എന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന് മലയാളത്തിൻ്റെ മണ്ണിലേക്ക് ഈ ഒരു പുരസ്കാരം 2ാം തവണ കൊണ്ടുവരുമ്പോൾ അത് ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ പുരസ്കാരം അത് കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ അർഹതപ്പെട്ട കൈകളിൽ എത്തുമ്പോഴാണ് അത് വലിയ നേട്ടമായി നമ്മൾ ഒക്കെ പറയുന്നത്. ആ രീതിയിൽ മോഹൻലാലിനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാം. മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹം ചെയ്തു വെച്ച സിനിമകൾ ഇന്നുമൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ എല്ലാം തന്നെ മോഹൻലാലിൻ്റെതായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഈ എമ്പുരാൻ ശേഷം തുടരുമൊക്കെ വലിയ 200 കോടി ക്ലബിൽ കയറുമ്പോൾ മോഹൻലാലിൻ്റെ വലിയൊരു സമയമായിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും രേഖപ്പെടുത്തുന്നത്. ആ ഒരു നല്ല സമയത്തിൽ തന്നെയാണ് ഇത്രയും വലിയ രാജ്യം അംഗീകരിക്കുന്ന ഈ ഒരു പരമോന്നത പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും വലിയ അഭിമാനം തന്നെയാണ്, സന്തോഷം തന്നെയാണ്. ഭവ്യ, എന്തായാലും 10:30 കൂടിയായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. അതാണ് മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ എമ്പുരാനായി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഹൃദയപൂർവ്വമേറ്റി മോഹൻലാൽ ജൈത്രയാത്ര തുടരുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.